പ്രിയമുള്ള സഖാക്കളെ, എന്റെ രമണി, ഒരു ചരട് കെട്ടിയാൽ ജീവിതകാലം മുഴുവനും പുരുഷന്റെ കാൽച്ചുവട്ടിൽ അടിമയായി ജീവിച്ചിരുന്ന സ്ത്രീകളുടെ സാഹചര്യം മാറിക്കഴിഞ്ഞു. താങ്ക് യു. ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടമാണ്. സ്ത്രീകൾ വിദേശത്ത് ഏത് രാജ്യത്ത് പോലും പോയി പഠിക്കുന്ന കാലഘട്ടം നമുക്ക് കാണാൻ സാധിക്കും. സ്വന്തം കാലിൽ നിൽക്കുക എന്നതാണ് ഇന്നൊരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കും, ഞാനും ചിന്തിക്കാം. രമണി ചിന്തിക്കണേ. എടി ജാനകി, നിന്റെ ഒരുക്കൊന്ന് മതിയാക്കാവോ? കൊറേ നേരം എടുത്ത് വെച്ചേക്കുന്നു. ഒന്ന് വന്ന് കഴിക്കാവോ? ഓ, എനിക്കൊന്നും വേണ്ടമ്മേ. അല്ല, ഞാൻ എന്തിനാ രാവിലെ തൊട്ട് ഇവിടെ കഷ്ടപ്പെട്ട് ഓരോന്നും ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. തന്തയ്ക്ക് മോക്കും ഒന്നും വേണ്ട. എനിക്കൊന്നും വേണ്ട. നിന്നെ ഉണക്കപ്പെട്ടൊന്നും ഞങ്ങൾക്ക് പാർട്ടിയുടെ ബീഫ് ഫെസ്റ്റ് ഉള്ളതാ. എന്നാ നിങ്ങൾ കഴിക്കണ്ട. നാളെ തൊട്ട് ഞാൻ അടുക്കള കയറത്തില്ല. അങ്ങനെ ബീഫ് ഫെസ്റ്റും കോഫസ്റ്റും. അച്ഛൻ ഞാൻ പോവാണേ. ഒരുങ്ങി കാണും എന്തോ. ഹലോ, ക്യാൻസലായോ? ശരി. മോളെ ഉഷേ, ചേട്ടന് പുട്ടും മുട്ടയും എടുത്തോ കേട്ടോ. ചേട്ടന്റെ പുട്ടും മുട്ടയും ഞാൻ തിന്നു. നിങ്ങൾ പോയി വേറെ പണി നോക്കും. ഇന്നും മത്സരം പോണ്ട. കളിക്കാനാണോ എനിക്കറിയാം. എനിക്കുള്ള മരുന്ന് ഇല്ലോടാ. എന്നെ കളിപ്പിക്കാത്ത ഒരുത്തനെ കളിപ്പിക്കണം. ശക്തിയുടെ തീർന്നടാ. ഞാനാടാ പിള്ളേരെ കളിപ്പിക്കാത്ത. നീ ആരുടെ കാര്യമാടേ പറയുന്നത്? പിന്നെ ടോട്ടല്ലേ പരമോയിത്ര ഭാരതത്തിൻ്റെ പ്രിയപുത്രൻ ശ്രീമാൻ സുറേ ഇന്നലെ ഒരു സംഘം ആളുകൾ ഒരു കാരണവും കൂടാതെ മർദ്ദിക്കുകയുണ്ടായി. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു മിത്രങ്ങളെ. ശ്രീമാൻ കാശിജിയെ പോലെ നമ്മളോടൊപ്പം ജനങ്ങൾക്കിടയിൽ പിരിക്കാനും ഇടിക്കാനും കൂടെ നിന്നവനാണ്. ഇതിനെതിരെ നാളെ നമ്മൾ സ്വതന്ത്രമുഖ് ഗ്രാമപഞ്ചായത്തിൽ ശക്തമായ ചികിത്സാ ധനസഹായം സമാഹരിക്കുന്നതാണ്. ഭാരതപുത്രൻ സന്തോഷിക്ക്. നമ്മുടെ ആ വിജയൻ കൊച്ചാറിന്റെ വീട് വരെ ഒന്ന് പോകണം. പുള്ളിയുടെ മോളുടെ ഒരു കല്യാണ കാര്യത്തിന് എനിക്ക് സംസാരിക്കാൻ വേണ്ടിട്ടാ. നടക്കൂ. ഓ, അതിങ്ങനെ എല്ലാം ഒന്ന് ഒത്തു വരുന്നു. അതിന്റെ ഒന്ന് കാര്യം സംസാരിക്കണം. പുള്ളിക്കാരനുണ്ടേലേ ഒന്ന് കയറി കണ്ടേച്ചു പോകാം. ഏത് ഞാനെന്നാലേ ആ വിജയൻ കൊച്ചാറിന്റെ വീട്ടിൽ വരെ ഒന്ന് പോയിട്ട് വരാം. വിജയൻ കൊച്ചാറിന്റെ ചേട്ടാ, ഒന്ന് നിന്നേ. ഒന്ന് ഓടി വായന്റെ കൊച്ചേ. നിക്ക് നിക്ക് നിക്ക്, ഞാനുണ്ട്. മനസ്സിലായി ചോദിച്ചേട്ടാ, എന്നെയും കൂടെ. നീ ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കാണോ കൊച്ചേ? അതെ ചോദിച്ചേട്ടാ. ഞാനൊക്കെ ഒത്തിരി പഠിക്കാത്തോണ്ട് ഈ നിലയിലെങ്കിലും എത്തി. ടൗണിലോട്ട് PSCയുടെ ക്ലാസ് ഉണ്ട്. ഓമനാമ എങ്ങോട്ട് പോവാ? ഞാനേ സുരേഷിന്റെ അങ്ങോട്ട് വരെ പോവാ. അവന്റെ രണ്ടാമത്തെ കൊച്ചിന്റെ നൂല് കെട്ടോ. അല്ലടി കൊച്ചേ, നിന്റെ കല്യാണക്കാരിയൊക്കെ എന്തായി? എവിടെ വരെയായി? വല്ലോ നടക്കുവോ? ഈ തള്ളയുടെ വായ അടങ്ങിയിരിക്കത്തില്ല. ഓട്ട കയ്യിൽ നിന്ന് പോകുന്നുള്ളേ. നല്ലൊരു
കഴിക്കാനുള്ള കൊതി കൊണ്ട് ചോദിച്ചു പോയതാ. സുധാകരൻ ഇങ്ങോട്ട് വരാതിരുന്നപ്പം ഞാൻ കരുതി നമ്മുടെ കൊച്ചിന്റെ കാര്യം മറന്നെന്ന്. അതങ്ങനെ മറക്കാൻ പറ്റുമോ? കൊച്ചാട്ടൻ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ഫോട്ടോ നോക്കുന്നു. ഇതൊരുപാട് ഫോട്ടോ ഉണ്ടല്ലോ. പിന്നെ അല്ല നല്ല ചോള പോലത്തെ പിള്ളേരല്ലേ. കൊള്ളയല്ലേ എല്ലാരും? നല്ല പയ്യനല്ലേ? കൊള്ളാം. നല്ല പയ്യനാണോന്നോ? നല്ല 1ാം ക്ലാസ് പയ്യനല്ലേ ഉഷാമേ. ചെറുക്കനങ്ങ് ബഹറയില്ല. കെട്ട് കഴിഞ്ഞാൽ പിന്നെ കൊച്ചിനെ കൊണ്ടുപോകാനാ പയ്യന്റെ ഒരു പ്ലാന്റേഷൻ. എന്തുകൊണ്ട് വിജയം ചേട്ടാ അതെ നമുക്ക് ചേർന്ന് ബന്ധമാണ്. അതല്ലടാ, നമുക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ല. എന്നാലും ജാനകിയോടൊന്നും ചോദിക്കാതെ എങ്ങനെ? എന്ത് ചോദിക്കാനാ? എടുത്ത് കഴിക്കേ. ഞാൻ ഈ ബേക്കറി ഒന്നും അധികം അങ്ങനെ കഴിക്കാറില്ല. താറവാട്ടി പറഞ്ഞ വീട്ടിൽ ഇപ്പൊ പ്രത്യേകിച്ച് പെങ്കൊച്ചിനോട് എന്നാ ചോദിച്ചിട്ട് ഇപ്പൊ എന്നാ എടുക്കാനാ? ഇതൊക്കെ നമ്മൾ കാരണവന്മാർ അതിന്റെ പരുവത്തിനങ്ങ് നോക്കി കണ്ട് ചെയ്യാന്നുള്ളേ ഉള്ളൂ അതിന്റെ ഒരു ഇത്. അവള് B.Ed നല്ല മാർക്കോട് കൂടി പാസ്സായതാ. അവക്കൊരു ജോലി കിട്ടിയിട്ട് കല്യാണക്കാര്യത്തെ കുറിച്ച് ആലോചിച്ചാൽ മതി അവള് പറഞ്ഞിരിക്കുന്നത്. എന്റെ ചേട്ടാ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ ഇപ്പൊ ഞാൻ പിന്നെ എന്നെ പറയാനേ? നിങ്ങൾ എന്നാന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് പറ. ചെറുക്കൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ നല്ല തറവാടികളാണ്, നല്ല വിദ്യാഭ്യാസമുള്ള പയ്യ. കേട്ടെടുത്തോളം നല്ല ആലോചനയാണ് അല്ലേടി? അതെ അതെ. ഒന്ന് ചെരുപ്പ് ചെയ്യുന്നു. എന്തായാലും ഞങ്ങൾ അവളോട് സംസാരിച്ച് നോക്കട്ടെ, എന്നിട്ട് അങ്ങോട്ട് വിളിച്ചു പറയും. അത് സാരമില്ല, നിങ്ങൾ ചോദിക്കും. പക്ഷെ ഒരുപാട് വൈകരുത്. എന്നാന്ന് വെച്ചാലേ ചെറുക്കൻ അടുത്ത മാസം ലീവിന് നാട്ടിൽ വരും. പറ്റിയാൽ നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കാം. ഈ സുധാകരൻ ഒരു കല്യാണം നടത്തുക പറഞ്ഞ ഒരു പൂ പറിക്കുന്ന ലാഘവേ ഉള്ളൂ, അറിയാമല്ലോ. എന്നാൽ പിന്നെ ഞാനിത് അങ്ങോട്ട് നീങ്ങിയേക്കുവാ. ഉള്ള മിക്സറിലാണ് ആ ബ്രോക്കർക്ക് വാരി കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടല്ലോ. മനുഷ്യൻ വയസ്സിട്ട് കഴിവ് ഇങ്ങനൊരു ആർത്തിപ്പണ്ടാരം 2 വിറകൂടെ എടുത്ത് വെക്കടി, പെട്ടെന്ന് തിളക്കട്ടെ. പഞ്ചാരയുടെ കളർ മാറിയോ? മനുഷ്യ ആകെ 1 കിലോ പഞ്ചസാരയാണ് മേടിക്കുന്നത്. അതുള്ളത് തിന്നു നിർത്താൻ നാളെ ഞാൻ കാപ്പിക്കത്തിട്ടില്ല. എടി, പഴയ പോലെ പഞ്ചസാരക്ക് മധുരം കുറവാ. അതെ, നിങ്ങൾക്ക് ഇച്ചിരി പഞ്ചാര രസം കൂടുതലുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. മോളെ, അച്ഛൻ്റെ കൈയും തിരുമിക്കേ. എന്താ മിസ്റ്റർ വിജയൻ, ഇന്നും വല്ല അതിർത്തി തർക്കത്തിൽ ഇടപെട്ടോ? സുധാകരൻ വന്നായിരുന്നു. ഏത് സുധാകരൻ? ബ്രോക്കർ സുധാകരൻ. അതാണപ്പ ഈ കൈക്ക് വേദന. ദേ, ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം പറഞ്ഞ് എന്റെ പിന്നാലെ വരരുത്. പിന്നെ ആരോടാടി ഞങ്ങൾ പറയട്ടെ? കുറെ നാളായി. അല്ല പിന്നെ ഞാനും ഒരു കാര്യം ചെയ്യാം. അമ്മയെ പോലെ ഏതെങ്കിലും ഒരു കോന്തനെ, അല്ല അച്ഛനല്ല കേട്ടോ ഉദ്ദേശിച്ചേ. ഞാൻ ആരെങ്കിലും കിട്ടി ഞാൻ എവിടെയെങ്കിലും അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടോളാം. മതിയാ? വേണ്ടടി, നീ ഇങ്ങനെ തറുതലയും പറഞ്ഞ് മറ്റുള്ളവർ കുറ്റവും പറഞ്ഞു നടന്നു. ദേ ഇരിക്കുന്ന മനുഷ്യൻ ഇച്ചിരി മണ്ടനാണേലും നീ എന്ന വിചാരം മാത്രമേ ഉള്ളൂ എപ്പോഴും. എന്റെ അമ്മ, ഞാൻ കല്യാണേ വേണ്ടെന്നല്ല പറഞ്ഞേ. എനിക്ക് നിങ്ങൾ രണ്ടുപേരും കുറച്ച് സമയം താ. ആ കണിയാൻ ഗോവിന്ദൻ പറഞ്ഞ് കേട്ടല്ലോ മനുഷ്യ നിങ്ങള്. 25-ാം വയസ്സിൽ കല്യാണം നടന്നില്ലേ 32-ാം വയസ്സിലെ കല്യാണം നടന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഈ കണ്ട കണിയാനും പള്ളിയിൽ അച്ഛനൊക്കെയാണോ നമ്മുടെ കാര്യം തീരുമാനിക്കുന്നത്? കുറെ കാലായി അവരതും പറഞ്ഞു ഇതും പറഞ്ഞു എന്ന് പറഞ്ഞോണ്ട്. അതല്ല മോളെ, അച്ഛൻ്റെ നാണല്ലേ? ഒന്നുമില്ലെങ്കിൽ അച്ഛനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ലേ? എവിടെ എന്തേലും ചെയ്യും. ഹലോ സഖാവേ, ചെയ്തിരിക്കും. പ്രിയമുള്ള സ്വതന്ത്ര മുക്ക് നിവാസികളെ, നിങ്ങൾക്കായിട്ടിതാ ആഘോഷത്തിന്റെ ആരവത്തിന്റെ അതിരുഭേദിക്കുന്ന ആകാശം തൊട്ട് തലോടിക്കൊണ്ട് മമ്മദൻ ചേട്ടന്റെ സ്മരണകൾക്ക് മുമ്പിൽ 28-ാം തീയതി നടക്കുന്ന വമ്പിച്ച മുങ്ങൽ മത്സരത്തിലേക്ക് ഈ നാട്ടിലെ നല്ലവരായ മുഴുവൻ ആളുകളെയും വെള്ളത്തിലേക്ക് മുങ്ങിക്കിടക്കുവാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മനംതൊന്തു മരിച്ച മമ്മദൻ ചേട്ടന്റെ മരിക്കാത്ത സ്മരണകൾക്ക് മുമ്പിൽ പ്രിയമുള്ള സ്വതന്ത്ര മുക്കു നിവാസികളെ, വരുവിൻ, മുങ്ങുവിൻ, കാണുവിൻ. കക്കൂസിന് കുഴിയെടുക്കുന്ന കാര്യല്ലേ, അത് ഞാൻ പറഞ്ഞോളാം. മധു ഇരിക്കടാ. പ്രശ്നമാണല്ലോ മെമ്പറേ. അങ്ങനെ പറയല്ലേ ജോത്സ്യരെ, ഉടനെ വിട്ടുപോകുന്ന ലക്ഷണം ഇല്ല. ഈ വലിയ കുരുന്ന് വെച്ച് നോക്കി എന്തെങ്കിലും മാർഗമുണ്ടെന്ന് അറിയാലോ. കഴിഞ്ഞ തവണ കഷ്ടിച്ച് രക്ഷപ്പെട്ട്, ഇപ്രാവശ്യം തെണ്ടി കാലടി സന്തോഷമാണ്. ഞാൻ 8 നില പൊട്ടും. അല്ലേലും പൊട്ടും, സത്യം. എന്താ? അല്ല,
പൊട്ടാനുള്ള വഴികൾ അവൻ ഒരുക്കുന്നതായി നാം കാണുന്നു. ജോത്സ്യരെ, ഈ മുട്ടയിലുള്ള പരിപാടി വല്ലതും ഉണ്ടോ? ഈ പക്ഷിപ്പനി വന്ന ശേഷം മുട്ട ഞാൻ ഉപയോഗിക്കാറില്ല. ഛേ, അത് വേണ്ടതായിരുന്നു. മെമ്പറേ, ഒരറ്റ ഈ പ്രയോഗമുണ്ട്, പക്ഷെ കാശിച്ചിരി ചെലവാകും. അടുത്ത മാസം നമ്മുടെ വാർഡിൽ റോഡിന്റെ ടാർ പണി തുടങ്ങുകയാണ്. എത്രയായാലും കുഴപ്പമില്ല, നമുക്ക് ചെയ്തേക്കാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ 1,100 രൂപ ദക്ഷിണ വെച്ചിട്ട് എഴുന്നേറ്റ് പോവാ. ഒരു തിരിയിട്ട് വിളിച്ചതിനാണ് 1000 കുണുവാ. തനിക്ക് വെള്ളം വെള്ളമായിട്ട് നടന്നാൽ മതി. എണ്ണയ്ക്ക് തിരിക്കൊക്കെ എന്താ വിലയെന്നറിയാവോ? ഇത് 1000 ഉണ്ട്, 1 രൂപ GP. ആ വടപ്പോ മണ്ടൻ. അണന്റെ ബുദ്ധി അപാരം തന്നെ കേട്ടോ. ഇവന്റെ 1500 രൂപയെങ്കിലും മേടിക്കണ്ട ഫണ്ടിലേക്ക്. ഈ കളൻ 1000 രൂപയല്ലേ നമ്മുടെ ഇത് മേടിച്ചത്. ഇവന്റെ ആ 2000 രൂപ കുറഞ്ഞ മേടിക്കണം. ആ മേടിക്കണം, പിന്നെ അല്ലാതെ. കോപ്പ് ജയിക്കും. എടാ മധുവേ, എൻ്റെ പൊന്ന് രാധാകൃഷ്ണ, എടാ നിന്റെ മോന്തയ്ക്ക് പറ്റിയ ഒരു പെണ്ണ് കിട്ടണ്ടടാ. എടാ നമ്മുടെ ആ വടക്കാഞ്ചേരിൽ ഒരു പെണ്ണുണ്ട്, അവിടെ പല്ലെടുത്തില്ല ഇയാളത്, അവള് നിനക്കുള്ളതാ. ഞാനൊന്ന് നോക്കട്ടെ, ഞാനൊന്ന് വിളിക്കാം. മോളെ ജാനകി, മോക്കനെ മനസ്സിലായി? ഞാനാണ് സുധാകരൻ, ബ്രോക്കർ സുധാകരൻ. മോളുടെ കല്യാണക്കാരിയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഹോ, അപ്പൊ താനാണ് ആ ലെവലാതി അല്ലേ? തന്നോട് ഞാൻ പറഞ്ഞോടോ എനിക്ക് കെട്ടാൻ മുട്ടി നിൽക്കുകയാണെന്ന്. ഇനി മേല കല്യാണം കളവാണെന്ന് പറഞ്ഞ എന്റെ വീടിന്റെ പഠിക്കാൻ വന്നാണ്ടല്ലോ, തന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും കേട്ടോ. ശരി മോളെ, കെട്ടിയെടുത്തോളൂ. ഹലോ, ഒന്നെങ്കിൽ കിളി അക്കരയ്ക്ക്. എന്താടാ? ഒന്നുമില്ല. അല്ലെങ്കിൽ പെൺകിളി ഇക്കരയ്ക്ക്. ഇത്തൊലിനെ കാണുന്നില്ലല്ലോ. എന്റെ റാമേ, അത്ര നേരം 6 എവിടെ പോയി കിടക്കായിരുന്നു? വീട്ടിൽ പണിയുണ്ടായിരുന്നു, അത് രാമ വിടുവോ? എടാ ഇവിടെ 10-200 പോസ്റ്റർ അടിക്കാനുണ്ട്. ഞാൻ 6 എവിടെ പോയി പോസ്റ്റർ അടിക്കും? അത് നീ അടിക്കും. 200 പോസ്റ്ററൊക്കെ നീ അടിക്കും. എന്തുവാടാ അവിടെ? നീ ആരാ? കല്യാണോ? അത് വിളിക്കാൻ വന്നതാ. ആഹാ, അവന് കല്യാണമായോ? അവനിപ്പോ എന്നാ പരിപാടി? എടാ അവൻ കോട്ടയത്തല്ലേ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചത്, അവിടെ തന്നെ ഇപ്പൊ സ്റ്റുഡിയോ നടത്തിക്കൊണ്ടിരിക്കുക. കാപ്പി എടുത്തു കുടിക്കുക രാമേന്ദ്ര. അതൊക്കെ പോട്ടെ, പെണ്ണ് എവിടുത്തുകാരിയാ? എടാ അവള് കൊല്ലത്തുകാരിയാ. ഗ്രാമോ ഫേസ്ബുക്കോ അങ്ങനെ എന്തോ കുന്തം വഴി പരിചയപ്പെട്ടതാ. ഏതായാലും കല്യാണമായാലോ, നല്ല കാര്യം. അതെ അതെ, നിനക്ക് എന്നെ അടിയും. വിജയ, തലേന്ന് തന്നെ എല്ലാരും വന്നേക്കണം കേട്ടല്ലോ. ആയിക്കോട്ടെ. വിളിയൊക്കെ എന്നാടാ? ഒന്നും ആയിട്ടില്ലെന്നേ, തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ തന്നെ വേണ്ട എല്ലായിടത്തും പോയി വിളിക്കാൻ. ശരിയെങ്കിലും കോപ്പു എന്താ മനുഷ്യ, അവനെനിക്ക് വോട്ട് ചെയ്തില്ലെന്ന് മാത്രമല്ല 10 തൊട്ട് കളഞ്ഞവനോ.
നീ ആ കാപ്പി എടുത്ത് ഫ്രിഡ്ജ് വെക്ക്, അടുത്ത ആൾക്ക് കൊടുക്കാം. ആ ആ ആ. വീട്ടിലാകെ സീനാടി. എപ്പോൾ നോക്കിയാലും അമ്മയ്ക്ക് കല്യാണക്കാര്യം മാത്രമേ പറയാനുള്ളൂ. ഷോ അതൊക്കെ എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ വെറുതെ കോളേജിൽ പോയി സമയം കളയണ്ടായിരുന്നു, വല്ല സീരിയലും കണ്ടിരിക്കായിരുന്നു. ബെസ്റ്റ്. ചേച്ചി നമുക്ക് പെട്ടെന്ന് പോണേ. ആടി ഒരു 5 മിനിറ്റ്. ചേച്ചി ഒരു പാഡ്. ഇതാണോ? അത് മതി. അല്ല എന്തായി നിന്റെ എക്സാമിന് റിസൾട്ട്? അത് പൊട്ടും. ഇല്ല അവളെ നോക്കി കണ്ണിരീച്ച വീഴരുത്. ദൈവമേ, ഗ്ലാസിന്റെ എണ്ണം കൂടില്ലേ? ഓഹോ, നമസ്തേ. ഗ്ലാസ് വെള്ളം വേണ്ട. ദേവി എനിക്കിട്ട് തന്നെ വെച്ചല്ലേ. എടാ റാമേ, നിനക്ക് വെള്ളമോ അതോ സോഡയോ? അതല്ലടാ. പിന്നെ ട്രൈയാ, ചങ്ക് വാടിപ്പോവും. നിന്റെ നല്ലതിനാടാ. സൊറേണ്ണ, നമ്മളിന്ന് ചെങ്കോട്ടപ്പടി ഫ്ലെക്സ് വെച്ചപ്പോൾ ഒരു പെൺകുട്ടി ബസ്സിൽ കയറി പോയില്ലേ? ആ, നമ്മുടെ വിജയനാറ മോള്. അണ്ണനറിയോളെ? കോളേജിൽ എൻ്റെ ജൂനിയർ ആയിരുന്നു. ആഹാ, സുരേണ്ണ കോളേജിൽ പോയിട്ടുണ്ടോ? ഇല്ലടാ, കോടതിയിൽ പോയിട്ടുണ്ട്. അണ്ണാ, അവളുടെ പേരെന്താ? അത് ജാ വെച്ചിട്ട് എന്തോ ഒരു പേരായിരുന്നു. ജാ വെച്ചാണെങ്കിൽ ജിൻസി. അതേടാ, വിജയനാറ മോള് ജിൻസി. ഇവനെയൊക്കെ അങ്ങ് കൊന്നു കളഞ്ഞാലോ. ജാനകി. ജാനകി ജാനകി. മധ്യദേവത കോവിക്കില്ലേ, കാണിച്ചു തന്നെ ഞാൻ. ട്രൈ ചെയ്യാനോ പട്ടി ചോദിച്ചേ? മോളെ ജാനകി, ആ നീ വന്ന് അച്ഛൻ്റെ കൈ ഒന്ന് തിരുമിക്കേ. ഇതാ വരുന്നച്ചാ.